എവ്രിവൺ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അതെ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എൻ്റെ ചാനലും ഹാക്കായി. ഇന്ന് അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടതും നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ യൂട്യൂബർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഇതേപോലത്തെ ഈ സൈബർ അറ്റാക്സിൽ നിന്ന് നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മളിന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ അറ്റാക്കോട് കൂടി എൻ്റെ ചാനലിൻ്റെ എല്ലാ ആക്സസും പോയി. എത്രയോ വർഷത്തെ ഹാർഡ് വർക്കും പ്രയത്നവും എഫേർട്ടും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു ദിവസം ഒരു സ്പോൺസർഷിപ്പ് ഇമെയിൽ വന്നു. സാധാരണ വരുന്ന സ്പോൺസർഷിപ്പ് ഇമെയിൽസ് നോക്കുന്ന പോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഞാനൊന്ന് നോക്കും. അപ്പോൾ യൂഷ്വലി പറയുന്ന പോലെ തന്നെ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് വിത്ത് യു, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്തിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ തന്നെ. പ്രൊഡക്റ്റ് നോക്കുമ്പോൾ ഒരു അവിഡ് സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു എഡിറ്റ് സോഫ്റ്റ്വെയർ ആണെന്ന് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇഫ് യു ആർ ഹാപ്പി പ്ലീസ് റെസ്പോണ്ട് എന്നൊക്കെ പറഞ്ഞ് മെയിൽ എൻഡ് ചെയ്തു. റിപ്ലൈ ചെയ്ത് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇമെയിലിൽ നിന്ന് റിപ്ലൈ വന്നു. താങ്ക്സ് ഫോർ എക്സ്പ്രസിംഗ് യുവർ ഇൻട്രസ്റ്റ്, 30 സെക്കൻഡ് ആഡാണ്, ഇൻറ്റഗ്രേറ്റഡ് ആഡാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ മെയിൽ പോകുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ കുറേ അൺയൂഷ്വൽ ആയിട്ടുള്ള തിങ്സ് ഞാനിങ്ങനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ഒന്ന്, അവർ പറയുന്ന സ്പോൺസർഷിപ്പ് ഓഫർ $1700 ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു 1.5 ലക്ഷം രൂപക്ക് മുകളിൽ. അൺലെസ് നിങ്ങൾ അത്രയും വലിയൊരു ഹ്യൂജ് ചാനലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ചാനലൊക്കെ ആണെങ്കിൽ മാത്രമേ അത്രയൊക്കെ ഓഫർ ചെയ്യുന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഈ ഇമെയിൽ ടു അതർ തേർഡ് പാർട്ടീസ് അനുവദിക്കുന്നതല്ല. അതിനുശേഷം അവർ പറഞ്ഞത് ഇതൊക്കെ ഒരു ആഡ് ഏജൻസിയാണ് മാനേജ് ചെയ്യുന്നത്, അവരുടെ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു avid info.net ആപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ലിങ്ക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. കുറേ റെഡ് ഫ്ലാഗ്സ് ഇങ്ങനെ ഒരു തോന്നി എനിക്ക്. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ നോക്കലും റിസർച്ച് ചെയ്യലൊക്കെ ചെയ്യുന്നത് കൊണ്ട്, കുറച്ച് കാലമായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ കേട്ടതായി എനിക്ക് ഓർമ്മ വരുന്നില്ല. പിന്നെ ഈ രണ്ടാമത് അയച്ച ഇമെയിൽ മൊത്തം റെഡ് ഫ്ലാഗുകളായിരുന്നു. അതായത് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഓഫർ പ്രൈസ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വന്ന ഇമെയിൽ എടുത്തു നോക്കി. അപ്പോൾ ആദ്യം ഈ ഓഫർ പറഞ്ഞ് വന്ന ഇമെയിൽ വേറെ തന്നെ ഒരു ഇമെയിലാണ്. രണ്ടാമത് ഞാൻ റിപ്ലൈ ചെയ്ത് ഇൻട്രസ്റ്റഡ് സെൻഡ് മീ ദ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് അയച്ച മെയിലിന് റിപ്ലൈ വന്നത് വേറെ ഒരു ഇമെയിലിൽ നിന്ന്. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് നോക്കിയപ്പോൾ @libero.it എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഡൊമൈൻ നെയിമുള്ള സൈറ്റുകളാണ്. ശരിക്കും ഒരു ഇമെയിൽ പ്രൊവൈഡറാണ്. പണ്ട് നമ്മൾ ഹോട്ട്മെയിൽ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ സിഫി ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതേപോലുള്ള ഒരു പ്രൊവൈഡറാണ്. ഫ്രീ ഇമെയിലും കൊടുക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഈ 2 ഇമെയിൽ ഐ ഡിയും വളരെ ഡിഫറെൻറ്റ് ഇമെയിൽ ഐ ഡിയാണ് നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് പോലെ. അപ്പോൾ ഇവർ 2 ഇമെയിലിനാണ് ഇത് വന്നത്. അപ്പോഴേ ഞാൻ ആലോചിക്കുന്നുണ്ട്, കാരണം ഒരു വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ കമ്പനിയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും അവരുടെ ഡൊമൈൻ നെയിം അവസാനം ഉണ്ടാവും @avidsoftware.com എന്നോ അങ്ങനെയൊക്കെയാണ് വരേണ്ടത്. തന്നെ അത് വലിയൊരു റെഡ് ഫ്ലാഗ് ഉണ്ടായിരുന്നു. അതിൽ എന്തോ ഒരു പ്രശ്നം ഇതിൽ ഉണ്ടെന്ന് ഒരു 50% ഞാൻ എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡ് കൺവിൻസ്ഡ് ആയി. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതൊന്നും കൂടെ നോക്കാം, ഇവരെ ലിങ്കിൽ കയറിയിട്ട് എന്താണ് ഇവരെ ആഡ് ഏജൻസി, എന്താണ് ഇവർ പറയുന്നത്, അതിൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു പോയിന്റിലാണ് എല്ലാം തകർന്ന് തരിപ്പണാവാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആ വെബ്സൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ആഡ് ഏജൻസിൻ്റെ സൈറ്റ് ഭയങ്കര അടിപൊളി ക്വാളിറ്റി ഒരു ഫോം പോപ്പപ്പ് ചെയ്ത്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഹാൻഡിലും എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ള വിവരങ്ങളും അതൊക്കെ ഇടാൻ പറഞ്ഞു. അത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോപ്പപ്പ് വന്നത് നമ്മൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ്. അത് നമ്മൾ സ്ഥിരം ചെയ്യാറുണ്ടല്ലോ പല വേറെ കമ്പനികളുടെ സൈറ്റിൽ പോയിട്ട്. ഇപ്പോൾ ക്യാൻവേ സൈറ്റിലൊക്കെ പോയിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ ലോഗിൻ വെച്ച് നമ്മൾ കയറുമല്ലോ. ലോഗിൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഗൂഗിൾ അക്കൗണ്ട് അല്ലേ, ഇതിന് മാത്രം എന്താ പ്രശ്നം ഉണ്ടാവുക എന്ന് വിചാരിച്ച് ഞാനത് ലോഗിൻ കൊടുത്തപ്പോൾ യൂസർ നെയിം പാസ്വേഡ് ചോദിച്ചിട്ടുള്ള ഒരു ഇൻസൈഡ് പോപ്പപ്പ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പോപ്പപ്പാണ്. ജിമെയിൽ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അടിച്ച് സൈൻ ഇൻ കൊടുത്തു. യൂഷ്വലി കറങ്ങുന്ന പോലെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിൽ ഒരു പ്രോംപ്റ്റ് വന്നു, ട്രൈങ് ടു സൈൻ ഇൻ, ഇസ് ദാറ്റ് യു എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ബാക്കി ലൊക്കേഷനും കാര്യങ്ങളും ഇതൊന്നും നോക്കൂലല്ലോ, കാരണം ഇത് വളരെ നമുക്കിത് യൂസ്ഡ് ആയതുകൊണ്ട് നമ്മൾ യെസ് ഇറ്റ്സ് മീ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പോപ്പപ്പ് സ്ക്രീൻ ഒന്നിങ്ങനെ സ്റ്റക്കായ പോലെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൈറ്റിൽ നമ്മൾ ഗൂഗിൾ ലോഗിൻ വെച്ച് കയറുമ്പോൾ തന്നെ പടയെന്ന് പറഞ്ഞിട്ട് കയറുന്നതാണ്. പക്ഷേ ഇത് എന്താണ് അറിയില്ല, ഇതിങ്ങനെ സ്ലോ ആയിട്ട് കറങ്ങാൻ തുടങ്ങി. പിന്നെയും ഒരു ഫോണിൽ പ്രോംപ്റ്റ് വന്ന് യു ട്രൈനിങ് ടു സൈൻ എന്ന് വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് റിഫ്രഷ് ആവുകയല്ല, അപ്പോൾ ഇത് വീണ്ടും ചോദിക്കുന്നതായിരിക്കും വിചാരിച്ച് വീണ്ടും യെസ് ഇറ്റ്സ് മീ കൊടുത്തു. ഇത് പിന്നെയും അതേ സിറ്റുവേഷൻ തന്നെ, ഇത് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നില്ല. ഞാൻ റിഫ്രഷ് അടിച്ചു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഒന്നും സംഭവിക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാഷ്വലി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നോട്ടിഫിക്കേഷൻസിൽ കുറേ സെക്യൂരിറ്റി മെസ്സേജസ് ഗൂഗിളിൻ്റെ വന്ന് കിടക്കും. അപ്പോൾ ഞാൻ എടുത്ത് മെയിൽ നോക്കിയപ്പോൾ യുവർ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ്, യുവർ സെക്യൂരിറ്റി റിക്കവറി ഇമെയിൽ ഹാസ് ബീൻ ചേഞ്ച്ഡ്, യുവർ റിക്കവറി ഫോൺ നമ്പർ ഹാസ് ബീൻ ചേഞ്ച്ഡ് എന്നെല്ലാം പറഞ്ഞ് കംപ്ലീറ്റ് മറ്റേ സെക്യൂരിറ്റി മെസ്സേജസ്. അപ്പോൾ ചെക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് എന്നെ സൈൻ ഇൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിൻ്റെ ഇമെയിൽ ഇട്ട് പാസ്വേഡ് ഇട്ടപ്പോൾ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് ആൻ അവർ ബാക്ക്, 1 മണിക്കൂർ മുന്നേ ചേഞ്ച് ചെയ്തിരിക്കുന്നു പാസ്വേഡ്. എനിക്ക് മനസ്സിലായി ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് സംഭവം കൈവിട്ടു പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ഇതിൽ ചെയ്യാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഇങ്ങനെ ഒരു ആദ്യം
ആദ്യമായിട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു പാസ്വേഡ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ എനിക്ക് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ചാനൽ ലോഗിനിലേക്ക് കയറാൻ പറ്റുന്നില്ല, ചാനൽ കംപ്ലീറ്റ്ലി ഷട്ട് ഓഫ് ആയി. അപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ഇതൊരു ക്ലാസിക് കേസ് ഓഫ് ഫിഷിംഗ് അറ്റാക്കാണ്. അപ്പോൾ ഈ ഫിഷിംഗ് ഇമെയിൽസ് എന്ന് പറയുന്നത് അറിയാത്തവർക്ക് പറയാണ്, നമ്മളെ ട്രിക്ക് ചെയ്തിട്ട് നമ്മൾ തന്നെ വോളണ്ടറിലി നമ്മുടെ സെക്യൂരിറ്റി ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ ട്രിക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇമെയിലാണ് ഈ ഫിഷിംഗ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ PHISING. ഞാൻ ആക്സസ് കൊടുക്കുന്നതിനനുസരിച്ച് ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണോ ഹാക്കർ ഇൻഡിവിജ്വലി തന്നെ ഇരിക്കുകയാണോ എന്താണെന്ന് അറിയില്ല, അവർ പെട്ടെന്ന് അപ്പം തന്നെ ഞൊടിയിടയിൽ എല്ലാം സെക്യൂരിറ്റി മെഷേഴ്സ് മാറ്റി റിക്കവറി ഇൻഫർമേഷനും എല്ലാം എടുത്തു കഴിയും. അപ്പോൾ നമ്മൾ പിന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി ഈ ഹാക്കറിൻ്റെ ഇമെയിൽ ഐഡിയും ഹാക്കറിൻ്റെ ഫോൺ നമ്പറുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു റിക്കവറി മെഷേഴ്സും വർക്ക് ചെയ്യുന്നില്ല. പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചാനൽ ഒരു ലൈവ് വരുന്നുണ്ട്, ലൈവ് സ്ട്രീമിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അനൗൺസ്മെൻറ്റ് ഓൺ ക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനൽ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു അനൗൺസ്മെൻറ്റ്. വിചാരിച്ചത് എന്താ സംഭവം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞത്, സാധാരണ ഈ ഹാക്ക് ചെയ്യപ്പെടുന്ന ചാനലുകൾ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുക. അവർ ഒരു ക്രിപ്റ്റോ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈവ് സ്ട്രീമിംഗ് വീഡിയോ അവർ ചെയ്യും. വേറൊരു ആൾ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ വീഡിയോ ലൈവ് ആവാൻ കാത്തു നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലൈവായി ഞാൻ നോക്കി. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ എന്തോ ഒരു അനൗൺസ്മെൻറ്റ് ഏതോ ഒരു US വലിയ ന്യൂസ് ചാനൽ എടുത്തിട്ട് അത് അതേപോലെ ഇതിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ അടിക്കാൻ വേറെ എവിടെയും പോകണ്ടല്ലോ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 7,700 വ്യൂവേഴ്സും 1,500 ലൈക്സ് ഒക്കെ കാണുന്നത്. എൻ്റെ യൂഷ്വൽ കഴിഞ്ഞ ലൈവ് സ്ട്രീമിന് പോലും അത്രയൊന്നും ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമായിരുന്നു ഒരു സന്തോഷം, അത്രയും ലൈവ് വ്യൂവേഴ്സ് ഒക്കെ കണ്ടല്ലോ എന്നുള്ളത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് ഒരു മെസ്സേജ് കണ്ടു, യൂട്യൂബ് ഹാസ് ടെർമിനേറ്റഡ് യുവർ ചാനൽ ബിക്കോസ് ഓഫ് വയലേറ്റിംഗ് യൂട്യൂബ് പോളിസീസ് എന്ന് പറഞ്ഞിട്ട്. സ്വാഭാവികമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചാനൽ പൂർണ്ണമായും ഇല്ലാണ്ടായി. ഇനിയിപ്പം യൂട്യൂബിൽ നമുക്ക് കാണാൻ പോലും യൂട്യൂബ് പറ്റില്ല. ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, ചാനൽ കാണാനേ ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോൾ വേറെ ഒരു ഓപ്ഷൻസും കാണുന്നില്ല. പിന്നെ എവിടെയോ ഞാൻ കണ്ടു, റെഡിറ്റിലോ എവിടെയോ ആരോ സജസ്റ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ. ഇതിൽ ചിലപ്പം അവർ ഹെൽപ്പ് ചെയ്യും. കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിട്ട് ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. ഇപ്പം നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ, ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു, എൻ്റെ ചാനൽ ഇങ്ങനെ ഹാക്കായി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ലേഡി റിപ്ലൈ ചെയ്തിട്ട് പറഞ്ഞു, മറ്റേ എന്താ സംഭവിച്ചത്, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചാനൽ ഹാക്കായി, ഒരു ലിങ്ക് തരാം, ആ റിക്കവറി ലിങ്കിൽ പോയിട്ട് നിങ്ങൾ അതിൽ ഡീറ്റെയിൽസ് ഇത് ചെയ്യും, ചിലപ്പം സംബഡി വിൽ കോൺടാക്ട് യു ബാക്സ്, ചിലപ്പം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും ആ റിപ്ലൈക്ക് പോസ്റ്റ് ചെയ്തു. അതൊക്കെ ഞാൻ ചെയ്ത് നോക്കി, അതിലൊന്നും കാര്യമൊന്നും നടക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പുള്ളിക്കാരി വേറെ ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു, ഒരു പുതിയ ഒരു റിക്കവറി ലിങ്കാണ്, അതിൽ കയറി നിങ്ങളൊന്ന് ആസ് മച്ച് ആസ് ഇൻഫർമേഷൻ പോസിബിൾ അതിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൽ കയറിയപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ഫോമാണ്. ഇത് എപ്പോൾ സംഭവിച്ചു, എന്താ സംഭവിച്ചത്, നിങ്ങൾ IP അഡ്രസ്സ് എന്താ, നിങ്ങളെ ചാനൽ ID, ചാനൽ ഹാൻഡിൽ. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ എനിക്കൊരു മറ്റേ ഭാഗ്യമായി കിട്ടിയത്, എൻ്റെ ഫോണിൽ എന്തോ കാരണവശാൽ ഈ Gmail അക്കൗണ്ട് മറ്റേ ലോഗ് ഔട്ട് ആയി പോയില്ല. പക്ഷേ എനിക്ക് പുതിയ അക്കൗണ്ട് അയക്കാനോ ഇങ്ങോട്ട് പുതിയ മെയിൽസോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ഒരു സ്റ്റക്കായി നിൽക്കുകയായിരുന്നു ഇൻബോക്സ്. അപ്പോൾ എനിക്ക് അതിൽ കയറിയിട്ട് ഇവർ ചോദിച്ച പല ഡീറ്റെയിൽസും ഞാൻ പുറത്തെവിടെ എഴുതി വെച്ചിട്ടില്ല, വിച്ച് വാസ് അനദർ മിസ്റ്റേക്ക്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അതിന്ന് വേഗം എടുത്തു, എൻ്റെ പഴയ ഇമെയിൽസിൽ നിന്നൊക്കെ ഞാൻ എടുത്തിട്ട് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ ഈ എല്ലാ ഇവരെ ഹാക്കിംഗ് ഇമെയിൽസും സ്ക്രീൻഷോട്ട്സും ഒക്കെ എടുത്ത്, പിന്നെ അതിൻ്റെ സെക്യൂരിറ്റി ഗൂഗിൾ മെയിൽസ് വന്നതും എല്ലാം എടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട് ആക്കി സബ്മിറ്റ് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ മെയിൽ അയച്ചു, ഓക്കെ യുവർ ചാനൽ ഹാസ് ബീൻ ഹൈജാക്ട്, യൂട്യൂബിന് അത് മനസ്സിലായിട്ടുണ്ട്, അവർ നോക്കും, അവർ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ടു ആൻഡ് ഫ്രോ മെസ്സേജസ് പോയിട്ട് പിന്നെ അവർ അവസാനം പറഞ്ഞു, ഒരു ഇതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആക്സസ് ഉള്ള ഇമെയിലും കൂടെ കൊടുക്കുക, അതിലേക്കൊരു കോഡ് വരുന്നു. അങ്ങനെ ആ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അവർ മെയിൽ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ചാനലിൻ്റെ ഇമെയിൽ ID ഞങ്ങൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളെ ബന്ധപ്പെടുന്ന ഈ ഇമെയിലിൽ ഒരു കോഡ് വരും, റിക്കവറി കോഡ്, അത് അതിലിട്ടിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് റിക്കവർ ചെയ്യുമ്പോൾ ആ കോഡ് ചോദിക്കും, ഈ കോഡ് അതിലിട്ടിട്ട് നിങ്ങൾ ആ ഇമെയിൽ റിക്കവർ ചെയ്യുക. അങ്ങനെ അത് ചെയ്തു. അപ്പോഴേക്കും ഇമെയിൽ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ തന്നെ വളരെ ഒരു ആശ്വാസം. ഓക്കെ യൂട്യൂബ് ഈ പ്രശ്നം മനസ്സിലാക്കി, ഇനി ആ ഹാക്കറിന് ആ ഇമെയിലിൽ എന്തായാലും ആക്സസ് ഇല്ല, അത് നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലായി. ഇപ്പം തന്നെ പാസ്വേഡ് മാറ്റി, പിന്നെ മറ്റേ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തു. ഇതുവരെയുള്ള ഈ 2 ഫാക്ടർ ഓതൻറ്റിഫിക്കേഷൻ മാത്രമേ ഞാനും എനിക്ക് തോന്നുന്നു നിങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഗൂഗിൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു 4 സെക്യൂരിറ്റി മെഷേഴ്സ് പിന്നെയുണ്ട്, അതെല്ലാം ഞാൻ ചെയ്തു. അത് ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് എൻഡ് ഓഫ് ദി വീഡിയോ, കാരണം നിങ്ങൾക്കും നിങ്ങളെ അക്കൗണ്ട് സേഫ് ഗാർഡ് ചെയ്യാൻ വളരെയധികം അത് ഉപകാരപ്പെടും. എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എൻ്റെ അക്കൗണ്ട് റിക്കവറായി, പക്ഷേ എനിക്ക് ചാനൽ ഇപ്പോഴും കാണുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ
ഒരു നോട്ടിഫിക്കേഷൻ വന്നു എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൽ വീഡിയോസ് ലൈവായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ചാനൽ ലൈവ് ആവാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ലോഗോയും ബാനർ ഇതൊക്കെ പോയിരിക്കുന്നത്. മെയിൽ അയച്ചു, നിങ്ങളെ ചാനൽ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ചേഞ്ച് എന്തെങ്കിലും അവർ ഹാക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നോക്കൂ, ആ ചേഞ്ചസ് ഒക്കെ റിജക്റ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യും. ഞാൻ നോക്കി ലോഗിൻ ചെയ്ത് എല്ലാം എനിക്ക് ലോഗിൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, ചാനൽ ആക്സസ് തിരിച്ചു കിട്ടും. ഇത്രയും പരിശ്രമത്തിനൊടുവിൽ ഒരു 2 ദിവസത്തെ ടു ആൻഡ് ഫ്രോ മെയിലും ഫ്രസ്ട്രേഷനും എല്ലാം സഹിച്ച് അവസാനം ഇമെയിലും യൂട്യൂബ് ചാനലും തിരിച്ചു കിട്ടി. ഒരു ചെറിയ ഒരു ലേസി അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേസിനെസ്സും നമ്മളൊരു കെയർലെസ്നെസ്സും നമ്മളൊരു ഇൽ ഇൻഫോംഡ് ക്യൂറിയോസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതൊക്കെ കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു എത്രയോ വർഷത്തെ ഒരു ഹാർഡ് വർക്കും എഫേർട്ടും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവും അല്ലെ, ജിമെയിൽ, അതായത് നിങ്ങൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇമെയിൽസ് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. ഈവൻ ബാങ്കുകളിൽ വരെ നിങ്ങൾ OTP വരുന്നത് വരെ നിങ്ങളുടെ ഗൂഗിൾ ഇമെയിലൊക്കെ ആയിരിക്കും, ഗൂഗിൾ അക്കൗണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊക്കെ ഇതേപോലെ തന്നെ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഫിഷിംഗ് മെയിലിൽ കൂടെ അടിച്ചെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സ്റ്റെപ്സും കൂടെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പാസ്വേഡ് അതിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യണം. പാസ്വേഡ് മാറ്റുക. കാരണം എന്താ വെച്ചാൽ കുറേ കാലമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പാസ്വേഡ് ആണെങ്കിൽ പല സ്ഥലത്തും നമ്മൾ സെയിം പാസ്വേഡ് യൂസ് ചെയ്യും, ഓർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വീക്ക് സെക്യൂരിറ്റി ഉള്ള സൈറ്റിൽ നിന്ന് അത് ലീക്കായി പോയിട്ടുണ്ടാവും, ഗൂഗിളിൻ്റെ അടുത്ത് നിന്നായിരിക്കില്ല, വേറെ സൈറ്റുകളിൽ നിന്ന്. അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ് മാറ്റും. രണ്ടാമത്തേത്, നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യും. മൂന്നാമത്തേത്, നിങ്ങൾ മൊബൈൽ നമ്പർ ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ ആ 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഓഫ് ആണെങ്കിൽ അത് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഇത് യെസ് ഓർ നോ എന്ന് പറഞ്ഞ് കാണിക്കും. ഇത്ര വരെ ഞാൻ ചെയ്തിട്ടുണ്ടായി. ഇനിയാണ് ഞാൻ പറയുന്നത് കുറച്ച് ഹാക്കർമാർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള സ്റ്റെപ്സ്. അപ്പോൾ നമ്മളിത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെയുള്ള സെക്യൂരിറ്റി ഓപ്ഷൻസ് ഗൂഗിൾ നമുക്ക് തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെക്യൂരിറ്റി ആൻഡ് അക്കൗണ്ട് ഓപ്ഷൻസിൽ നമ്മൾ സെക്ഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ 2 ഇതിന് ശേഷം പിന്നെ ഒരു സെക്യൂരിറ്റി കീ ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പിനോ അല്ലെങ്കിൽ ഫോണിനോ ആയിട്ട് ആ ഒരു സെക്യൂരിറ്റി കീ ക്രിയേറ്റ് ചെയ്യുക. മറന്നു പോകാത്ത ഒരു നമ്പർ. അഞ്ചാമത് എന്താണെന്ന് വെച്ചാൽ, സെക്യൂരിറ്റി കോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്കപ്പ് കോഡ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, 8 ഡിജിറ്റ് ബാക്കപ്പ് കോഡ്സ്. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു 10 8 ഡിജിറ്റ് യുണീക്ക് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, സേവ് ചെയ്യാം. അത് നിങ്ങൾ ആ ഒരു PDF ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും സേവ് ചെയ്തിട്ട് അത് പ്രിന്റ് എടുത്ത് വെക്കുക. അവസാനത്തേത് ഗൂഗിൾ ഓതന്റിക്കേറ്റർ ആപ്പ്, അതായത് നമുക്ക് ആപ്പിൾ സ്റ്റോറിനോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റോറിനോ ഗൂഗിൾ ഓതന്റിക്കേറ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഈ ഇമെയിലിന് അത് ക്രിയേറ്റ് കോഡ് എന്ന് കൊടുത്തിട്ട് നമ്മളപ്പോൾ അതൊരു സ്കാൻ ചെയ്തിട്ട് ഒരു യുണീക്ക് കോഡ് ക്രിയേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹാക്കറിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്യുന്ന ലോഗിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റെപ്സും കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിലേക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ലാസ്റ്റ് പറഞ്ഞ 4, 5, 6 സ്റ്റെപ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് വെക്കണം. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, ഹാക്കറിന് ഈ 3 സ്റ്റെപ്സിലുള്ള സെക്യൂരിറ്റി സംഗതികൾ ഇത് ട്രിക്ക് ചെയ്യാൻ പറ്റില്ല. 8 ബാക്കപ്പ് കോഡ്സ് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, അത് നിങ്ങളെ കയ്യിലാണ്, അതായത് എന്തായാലും വീണ്ടും അത് ചെയ്യാൻ പറ്റില്ല. ഓതന്റിക്കേറ്റർ ആപ്പ് നിങ്ങളെ ഫോണിൽ ക്രിയേറ്റഡ് ആണ്, ഈ അക്കൗണ്ടിനോട് ലിങ്ക്ഡ് ആണ്. നിങ്ങളെ ഫോണിൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ ആ കോഡ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റൂ. പിന്നെ സെക്യൂരിറ്റി കീ നിങ്ങളെ ഡിവൈസിന് സ്പെസിഫിക് ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും, അപ്പോൾ അതും ഗൂഗിൾ വെരിഫിക്കേഷനിൽ ചെക്ക് ചെയ്യും. ഈ 3 അഡീഷണൽ മെഷേഴ്സും കൂടെ ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഷിംഗ് അറ്റാക്സും ഇങ്ങനത്തെ ഒരു 2 ഫാക്ടർ ഓതന്റിക്കേഷൻ കഴിഞ്ഞിട്ട് നടക്കുന്ന അറ്റാക്സും ഒക്കെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പോലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഈവൺ ആഫ്റ്റർ ഹാക്കർ നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും നമ്പറും ഫോൺ നമ്പറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും. സോ സ്റ്റേ സേഫ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതും അത് റിക്കവർ ചെയ്യപ്പെട്ടതും. ഇതൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോ.